കിഴക്കൻ യൂറോപ്പിലെ ഡ്രെപ്പാന് എന്ന സ്ഥലത്ത് ഹെലേന ജനിച്ചു. കോൺസ്റ്റാൻസിയൂസ് ക്ലോറസ് എന്ന രാജാവാണ് ഹെലേനായെ വിവാഹം കഴിച്ചത്. ആ ദാമ്പത്യ ബന്ധത്തിൽ അവർക്കൊരു പുത്രൻ ജനിച്ചു. ഈ പുത്രനാണ് രാജകീയ വിളംബരത്തിലൂടെ ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. റോമ ചക്രവർത്തിയായ മാക്സിമിയന്റെ ക്ഷണമനുസരിച്ച് ഹെലേനായുടെ ഭർത്താവ് കോൺസ്റ്റാൻസിയൂസ് റോമിലേക്ക് ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആൻഡറീഡ ദ്വീപ് അഗ്നിബാധയിലെരിയുന്നതായി അവർ അറിഞ്ഞു. ഉടനെ ഹെലേനായും മകനും വെരൂലാമിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. കോൺസ്റ്റാൻസിയൂസ് മിലാൻ നഗരത്തിൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. ഒപ്പം കുറിയ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനും. കോൺസ്റ്റാൻസിയൂസ് ബെൽറ്റിൽ സൂക്ഷിച്ചിരുന്ന കത്തെടുത്ത് ചക്രവർത്തിയെ കാണിച്ചു. ഉടനെ ചക്രവർത്തി ഇത് ചതിയാണ് എന്ന് കോൺസ്റ്റാൻസിയൂസിനെ ബോധ്യപ്പെടുത്തി. തന്നെ കുരുക്കിലകപ്പെടുത്തി അധികാരത്തിൽ നിന്നകറ്റി ശത്രു ബ്രിട്ടനെ കീഴടക്കിയിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ഹെലേന തങ്ങളെ സ്വതന്ത്രരാക്കാൻ റോമാക്കാരെത്തും എന്ന പ്രതീക്ഷയിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാർത്തയുമായി ഫവോണിയൂസ് എത്തി. റോമാക്കാർ വരുന്നു. ഹെലേനായുടെ ഭർത്താവായിരുന്ന കോൺസ്റ്റാൻസിയൂസ് ആണ് പട്ടാളത്തെ നയിക്കുന്നത്. കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന കുറിയ ഹെലേനായുടെ സമീപത്തെത്തി. രണ്ടു ചക്രവർത്തിമാരും ഡയോക്ലീഷ്യനും മാക്സിമിയനും പ്രായമേറിയതിനാൽ ഭരണമാറ്റം വരുത്തുവാൻ തീരുമാനിച്ചുവെന്നും അതനുസരിച്ച് പ്രായം കുറഞ്ഞ രണ്ടുപേരെ തിരഞ്ഞെടുത്ത് സീസർ പദവി നൽകിയെന്നും സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ വിഭാഗത്തലവനായി ഗലാരിയൂസും പാശ്ചാത്യ വിഭാഗത്തലവനായി കോൺസ്റ്റാൻസിയൂസും ചുമതലയേറ്റുവെന്നും അറിയിച്ചു. ഒപ്പം തൻ്റെ പിൻഗാമികൾ ചക്രവർത്തിയോട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടതിനാൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മകൾ തെയോദോറയെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടു. ആജ്ഞ നിരസിക്കാനാവാതെ രണ്ടു സീസർമാരുടെയും വിവാഹം ഒരേ ദിവസം നടന്നു. ഹെലേന ആകെ മാറി. ദിവസങ്ങളും ആഴ്ചകളും നീങ്ങിക്കൊണ്ടിരുന്നു. അവൾ ആരെയും മകനെ പോലെയും കാണാതെ ഏകാന്തവാസം അനുഷ്ഠിച്ചു. രാജകീയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഒരു വിധവക്കനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ചു. ജീവിതം ദുഃഖപൂർണമായി. ഒരു ദിവസം ദാവൂസ് എന്ന അടിമ ഹെലേനായോട് അൽബാനൂസിനോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങയെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അൽബാനൂസ് അവളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഹെലന ചിന്താധീനയായി. ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സഹനത്തിന്റെ രഹസ്യം ഒരു വ്യക്തിയാണെന്നറിവ് അവളെ ചിന്താക്കുഴപ്പത്തിലാക്കി. അൽബാനൂസിന്റെ വാദങ്ങൾ ഹെലേനായെ മൗനത്തിലാക്കി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഹെലേന ദീർഘനിശ്വാസത്തോടെ മുഴിഞ്ഞു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഹെലേനായുടെ മനസ്സിൽ പലവിധ ചിന്തകളും ചോദ്യങ്ങളും ഉയർന്നു വന്നു. വിചിത്രമായ ഒരാൾ, വിചിത്രമായ വിശ്വാസം. ഒരുവൻ ദൈവമനുഷ്യനായെന്നും പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് മനുഷ്യന്റെ പാപങ്ങളും വേദനകളും ഏറ്റെടുത്ത് സഹിച്ചു. 2 മരത്തടികൾ, ഒരു കുരിശ്, പീഡകളുടെ അടയാളം. ഹെലേന അസ്വസ്ഥതപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. കോൺസ്റ്റാൻസിയൂസിന്റെ പ്രതിനിധിയായ കൂറിയ വെരൂലാമിലെത്തി അറിയിച്ചു. ഹെലേനായുടെ മകൻ സീസർ ഗലാരിയൂസിന്റെ സൈന്യത്തിൽ ട്രൈബൂൺ പദവി ലഭിക്കാൻ പോകുന്നുവെന്നും നിക്കോമെദിയായിൽ അംഗരക്ഷകനായി നിയമിക്കുമെന്നും അറിയിച്ചു. കോൺസ്റ്റന്റൈൻ യാത്രയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. ഹെലേന പുത്രനെ കെട്ടിപ്പിടിച്ച് ഭാവുകങ്ങൾ നേർന്നു. മകന്റെ യാത്ര നോക്കി നിന്ന അമ്മയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അസ്വസ്ഥത നിറഞ്ഞ ഹെലേന ദാവൂസിനെ വിളിച്ച് അൽബാനൂസിനെ ഒരിക്കൽ കൂടി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചു. വിളക്കു കത്തി നിൽക്കുന്ന ഒരു മുറി. അവിടെ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. ഹെലേനയ്ക്കൊപ്പം ദാവൂസും അൽബാനൂസും അവിടെ എത്തി. ഹെലേന ചിന്തയിലാണ്ടു. ഈ ആളുകൾക്കൊക്കെ എന്തോ സവിശേഷത കാണുന്നു. അൽബാനൂസ് തുടർന്നു. കുരിശ് ജീവന്റെ വൃക്ഷമാണ്. ഈജിപ്തുകാർ അതേക്കുറിച്ച് അറിഞ്ഞിരുന്നു. ലോകത്തെ താങ്ങുന്ന വിശുദ്ധ കുരിശിനെ കുറിച്ച് ജർമ്മൻകാർ പറഞ്ഞിരുന്നു. ആ ജീവന്റെ വൃക്ഷം എവിടെയെന്നറിയുവാൻ ഞാൻ എത്രയോ ആഗ്രഹിക്കുന്നു. അവൾക്ക് ഹൃദയം ജ്വലിക്കുന്നതായി അനുഭവപ്പെട്ടു. എന്നാൽ അന്നേ ദിവസം ഭടന്മാർ കുറെ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തു. അവരുടെ കൂട്ടത്തിൽ അൽബാനൂസും ഉണ്ടായിരുന്നു. അവർ ജയിലിലടയ്ക്കപ്പെട്ടു.
അടുത്ത ദിവസം ഹെലേന നഗരപിതാവിനെ സന്ദർശിച്ച് അൽബാനോസിനെ കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന മറുപടിയാണ് ലഭിച്ചത്. ഹെലേന യാത്ര ചെയ്ത് രാജധാനിയിലെത്തി. സീസറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ക്രൈസ്തവർക്കെതിരായുള്ള ക്രൂരവും കൊലപാതകപരവുമായ കൽപ്പന പിൻവലിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. കോൺസ്റ്റാൻസിയൂസ് അത് സമ്മതിക്കുകയും ചെയ്തു. കൂടാതെ കോൺസ്റ്റന്റൈൻ തൻ്റെ പിൻഗാമിയായി വാഴണം എന്നുകൂടി അവളെ അറിയിച്ചു. അതോടൊപ്പം തൻ്റെ രണ്ടാം ഭാര്യയായ തെയദോറായെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യവും അദ്ദേഹം വിവരിച്ചു. ബ്രിട്ടനെ തിരിച്ചുപിടിക്കാൻ സൈന്യാധിപനാകുന്നതിന് അവളെ വിവാഹം കഴിക്കേണ്ടി വന്നു. തൻ്റെ ആദ്യ പുത്രനായ കോൺസ്റ്റന്റൈനാണ് തൻ്റെ പിൻഗാമിയാകാൻ യോഗ്യനെന്ന് കോൺസ്റ്റാൻസിയൂസ് ചക്രവർത്തി പ്രസ്താവിച്ചു. ആൽപ്സ് പർവ്വതനിരകളിലൂടെ റോമാ നഗരം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സൈന്യവ്യൂഹം നീങ്ങുകയാണ്. നയിക്കുന്നത് യുവചക്രവർത്തിയായ കോൺസ്റ്റന്റൈനാണ്. യാത്രാമധ്യേ കൂടാരമടിച്ച് വിശ്രമിക്കുമ്പോൾ അമ്മ ഹെലേന അവിടെ എത്തി. പറഞ്ഞു, യുദ്ധം ഭയങ്കരമാണ്. മാക്സിൻസിയൂസ് ചതിയനാണ്. അയാൾ ക്രിസ്ത്യാനികളെ ഞെരുക്കുന്നു. നീ വേണം അവരെ രക്ഷിക്കാൻ. ഹെലേന വെറോനായിലെ ബസിലിക്കയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ശിരസ് നമിച്ചു. അവിടുത്തെ മെത്രാൻ വേദസാക്ഷികളുടെ ഓർമ്മയ്ക്കായി പണിയിച്ച കുരിശായിരുന്നു അത്. മുമ്പിവിടെ മാക്സിൻസിയൂസിൻ്റെ ഭടന്മാരുടെ സംഭരണശാലയായിരുന്നു. ഇപ്പോഴിതാ ക്രൈസ്തവർക്ക് ആരാധനയ്ക്കായി വീണ്ടും ഒരിടമായി, ദേവാലയമായി മാറിയിരിക്കുന്നു. കോൺസ്റ്റന്റൈൻ 2 യുദ്ധങ്ങളിൽ ജയിച്ചു. അനന്തരം റോമാ നഗരത്തിൻ്റെ സമീപത്തെത്തി. അടുത്ത യുദ്ധം നിർണായകമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരിയാരെന്ന് നിശ്ചയിക്കുന്നത് ഈ യുദ്ധം വഴിയാണ്. ശത്രു സൈന്യത്തിൻ്റെ അംഗബലം ഇരട്ടിയിലധികമാണ്. പരാജയപ്പെട്ടാൽ ക്രിസ്ത്യാനികളുടെ ഭാവി തകർന്നതുതന്നെ. അത് സംഭവിക്കാതിരിക്കാൻ ക്രൈസ്തവരുടെ ദൈവം തൻ്റെ പക്ഷത്താകുമെന്ന് കോൺസ്റ്റന്റൈൻ ശരണപ്പെട്ടു. AD 312 വലിയ സൈന്യവുമായി മാക്സിൻറ്റിയൂസ് കോൺസ്റ്റന്റൈനെ ആക്രമിച്ചു. ടൈബർ നദിക്ക് കുറുകെയുള്ള മിൽവിയാൻ പാലത്തിലായിരുന്നു ഏറ്റുമുട്ടൽ. മാക്സിൻറ്റിയൂസിൻ്റെ വലിയ സൈന്യത്തെ കണ്ട് കോൺസ്റ്റന്റൈൻ ഭയചകിതനായി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാമ്രാജ്യവും നാശത്തിൻ്റെ ഭീതിയിലായി. ഈ സാഹചര്യത്തിൽ ചക്രവർത്തി മുട്ടുകുത്തി നിന്ന് തനിക്ക് വിജയം നേടിത്തരുവാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ തെളിഞ്ഞതും ശാന്തവുമായ ആകാശത്ത് അഗ്നി കൊണ്ടുള്ള ഒരു കുരിശടയാളം പ്രത്യക്ഷപ്പെട്ടു. അതിനിടയിലായി, ഈ അടയാളം വഴി നിങ്ങൾ വിജയം വരിക്കും എന്ന വാക്കുകൾ അവർ ദർശിച്ചു. ദൈവിക കൽപ്പനയാൽ കോൺസ്റ്റന്റൈൻ താൻ കണ്ട രീതിയിലുള്ള ഒരു കുരിശ് നിർമ്മിക്കുകയും തൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും മുൻപിലായി സൈനിക തലവൻ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനു പിറകിലായി മുഴുവൻ സൈന്യവും ശത്രുവിനെ നേരിടുവാനായി പടനീക്കം നടത്തുകയും ചെയ്തു. ആ യുദ്ധത്തിൽ അവർ അത്ഭുതകരമായി പരിപൂർണ വിജയം കൈവരിച്ചു. കുരിശടയാളം അതോടെ ക്രിസ്തുവിൻ്റെയും റോമാ സാമ്രാജ്യത്തിൻ്റെയും യുദ്ധവിജയത്തിൻ്റെയും അടയാളമായി മാറുകയാണുണ്ടായത്. അധികാരത്തിലേറിയതിൻ്റെ അടുത്ത വർഷം തന്നെ കോൺസ്റ്റന്റൈൻ ഉത്തരവ് വഴി ക്രിസ്തു മതത്തിന് നിയമപരമായ സാധുത നൽകി. ഹെലേന രാജ്ഞി വെരൂലായിൽ തൻ്റെ ഭവനത്തിൽ പാർത്തുകൊണ്ട് ആതുര രംഗത്ത് സേവനനിരതയായി. സഹായത്തിന് സന്നദ്ധ സംഘടനകൾ രൂപപ്പെടുത്തി. ക്രൈസ്തവ മതതത്വങ്ങൾ പഠിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സംഘടനകളും സ്ഥാപനങ്ങളും ഭംഗിയായി പ്രവർത്തിച്ചു തുടങ്ങി. തൻ്റെ ഉന്നതമായ പദവിയെ വകവയ്ക്കാതെ പാവപ്പെട്ടവർക്കിടയിൽ ദൈവസേവനം ചെയ്യുന്നതിൽ വിശുദ്ധ സന്തോഷം കണ്ടെത്തി. അവളുടെ വിശാലമായ കാരുണ്യ പ്രവൃത്തികൾ അഗതികളുടെയും ദുഃഖമനുഭവിക്കുന്നവരുടെയും മാതാവ് എന്ന ഖ്യാതി വിശുദ്ധയ്ക്ക് നേടിക്കൊടുത്തു. ഏതാണ്ട് 324 80-ാം വയസ്സിൽ തൻ്റെ മകൻ്റെ അംഗീകാരത്തോടെ വിശുദ്ധ സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഹെലേന പലസ്തീനായിലേക്ക് യാത്രയായി. യേശു മരിച്ച കുരിശ് കണ്ടെടുക്കുക എന്ന തീവ്രമായ ആഗ്രഹത്തിലായിരുന്നു അവളുടെ യാത്ര. 326 ആയപ്പോൾ ജൂപ്പിറ്റർ ക്യാപിറ്റോളിനൂസിൻ്റെ ക്ഷേത്രം തകർക്കുകയും അവിടം ഖനനം ചെയ്ത് കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ യേശുവിൻ്റെ കല്ലറയുടെ അവശേഷിപ്പുകൾ കണ്ടെത്തി. തുടർന്ന് കല്ലറയ്ക്ക് മുകളിലായി ഒരു ചെറിയ ദേവാലയം പണികഴിപ്പിച്ചു. നൂറ്റാണ്ടുകളായി പലവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ ദേവാലയമാണ് ജെറുസലേമിലെ ഇന്നത്തെ ഹോളി സെപ്പൽച്ചർ ദേവാലയം. കഠിനമായ പരിശ്രമങ്ങൾക്ക് ശേഷം വിശുദ്ധ കാൽവരിയിൽ നിന്നും 3 കുരിശുകൾ കണ്ടെടുത്തു. സുവിശേഷകർ രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾക്കും ആണികൾക്കുമൊപ്പമായിരുന്നു അവ കണ്ടെടുക്കപ്പെട്ടത്.
എന്നാൽ അവയിൽ നിന്നും യേശു മരണം വരിച്ച കുരിശ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതേ തുടർന്ന് മക്കാരിയൂസ് മെത്രാന്റെ ഉപദേശപ്രകാരം രോഗസൗഖ്യത്തിന് ഒട്ടും സാധ്യതയില്ലാത്ത അസുഖം ബാധിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ 3 കുരിശുകളും കൊണ്ട് സ്പർശിച്ചു നോക്കുവാൻ അവൾ തീരുമാനിച്ചു. അപ്രകാരം 3-ാമത്തെ കുരിശ് മുട്ടിച്ചപ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീ എഴുന്നേൽക്കുകയും പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. സന്തോഷത്താൽ മതിമറന്ന ചക്രവർത്തിനെ കാൽവരിയിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ഈ കുരിശ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിയാതെ ഹെലേന റോമിലേക്ക് പോയി. AD 328 വിശുദ്ധ മരണപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്.